വാഴൂർ സോമന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ. തൊഴിലാളി പ്രസ്ഥാനത്തിനും ജില്ലയ്ക്കും സോമന്റെ വേർപാട് തീരാ നഷ്ടം. തോട്ടം മേഖലയ്ക്കും തൊഴിലാളികൾക്കും വലിയ നഷ്ടമാണ് ഉണ്ടായത്. ജില്ലയ്ക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തൊഴിലാളികൾക്കും നികത്താനാവാത്ത വിടവാണ് ഉണ്ടായിരിക്കുന്നത് എന്നും PS രാജൻ പറഞ്ഞു. ജില്ലയുടെ പുരോഗതിക്ക്, തോട്ടം തൊഴിലാളികളുടെ ഭാവിക്ക്, തോട്ടം വ്യവസായത്തിൻ്റെ ഭാവിക്കൊക്കെ വേണ്ടിയുള്ള കാഴ്ചപ്പാടുകളുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ട്രേഡ് യൂണിയൻ പ്രവർത്തകനുമായിരുന്നു സോമൻ എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. സോമനോടൊപ്പം ഒരുമിച്ച് ഞാൻ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്കാണ് പ്രവർത്തിച്ചത്. സോമൻ ട്രേഡ് യൂണിയൻ നേതാവ് എന്നുള്ള നിലയ്ക്കാണ് പ്രവർത്തിച്ചത്. ആ കാലത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പിന്നീട് ഞാൻ ട്രേഡ് യൂണിയൻ നേതാവായി മാറിയപ്പോൾ സോമനും ഞാനും ഒരുമിച്ച് പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗങ്ങളിലും സംയുക്ത ട്രേഡ് യൂണിയൻ യോഗങ്ങളിലും എല്ലാം സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സോമൻ പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങിയ അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. ഭീകരമായി സോമനെ മർദ്ദിക്കുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് സോമൻ തല്ലുകൊണ്ടത്? തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നിലയ്ക്ക് തൊഴിലാളികൾക്ക് വേണ്ടി തല്ലുകൊണ്ടാലും പറയാനുള്ള കാര്യങ്ങൾ പറയുന്ന, അവർക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവായി സോമനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ തൻ്റെ ആരോഗ്യം പോലും പരിഗണിക്കാതെ തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കുകയും പോരാടുകയും ചെയ്ത, അവർക്ക് വേണ്ടി മർദ്ദനം അനുഭവിച്ച് ആശുപത്രിവാസമൊക്കെ അനുഭവിക്കേണ്ടി വന്ന ട്രേഡ് യൂണിയൻ നേതാവാണ്. CPI പാർട്ടി അദ്ദേഹത്തെ സോവിയറ്റ് റഷ്യയിൽ അയച്ച് പഠിപ്പിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ഭാവി പ്രവർത്തനത്തിന് വലിയ ഗുണകരമായി മാറിയിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും സോമൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പഠനാർഹമാണ്, മാതൃകയാണ്. സോമനോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. സോമൻ്റെ വേർപാടെന്ന് പറഞ്ഞാൽ ജില്ലയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തീരാ നഷ്ടമാണ്. സോമൻ്റെ കുടുംബാംഗങ്ങളുടെയും ജനങ്ങളുടെയും ദുഃഖത്തിനോടൊപ്പം ഒരു CPIM പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാനും പങ്കുചേരും.